സമ്പത്ത് വർദ്ധിക്കാൻ സമ്പത്തിനെ ബഹുമാനിക്കണമെന്ന് പഴമക്കാർ പറയുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കതിനെക്കുറിച്ച് വിശദമായി നോക്കാം. സ്നേഹിതരെ, ഇന്നത്തെ വിഷയം വളരെ സിമ്പിൾ ആണെങ്കിലും അതിൻ്റെ ആഴം വളരെ വലുതാണ്. സമ്പത്തിനെ ബഹുമാനിക്കുക എന്നതിന് എന്താണ് അർത്ഥം? പഴമക്കാർ പറയുന്നൊരു വാക്കാണ്. നമ്മളത് ഒരുപാട് കേട്ടിട്ടുമുണ്ടാകാം. പണം ബഹുമാനിച്ചാൽ പണം നമ്മളെ ബഹുമാനിക്കും. ഇത് വെറും ഒരു പഴമൊഴിയല്ല. ഇതിന് പിന്നിൽ വലിയ മാനസികവും സാമ്പത്തികമായിട്ടുള്ള സത്യമാണ്. നിങ്ങൾ ഇതേക്കുറിച്ച് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പണം ചെറുതാണെന്ന് ഒരിക്കലും പറയരുത്. അയ്യോ, ഇത്രയും ചെറിയ തുക കൊണ്ട് എന്ത് പ്രയോജനം എന്ന ചിന്ത സമ്പത്തിന് വിരോധിയാണ്. ഒരു രൂപ പോലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ ബഹുമാനിച്ചാൽ അത് 100ആയി വളരും. ചെറുതിനെ ചെറുതായി കാണാതെ അത് ഒരു വിത്ത് പോലെ കാണണം. ഒരു വിത്ത് നട്ടാൽ ഉടനെ വൃക്ഷമാകില്ല, പക്ഷേ നട്ടില്ലെങ്കിൽ വൃക്ഷമുണ്ടാകില്ല. അതുപോലെ ചെറിയ സേവിങ്സുകളാണ് വലിയ സമ്പത്തിൻ്റെ തുടക്കം. പണം വരുമ്പോൾ നന്ദി പറയുക. ചിലർക്കിത് പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നും. പക്ഷേ മനസ്സിൻ്റെ ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയുമോ? നന്ദി പറയുന്ന മനസ്സ് കുറവിനേക്കാൾ സമൃദ്ധിയെ നോക്കി കാണും. വരുമാനം കിട്ടുന്ന ദിവസം ഒരു നിമിഷം നിർത്തി മനസ്സിൽ നന്ദി പറയൂ. ഈ വരുമാനത്തിന് ഞാൻ അർഹനാണ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് മനോഭാവം നമ്മളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കും. പണം അനാവശ്യമായി തള്ളിക്കളയരുത്. നമ്മൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് സമ്പാദിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ആ പണം അനാവശ്യ ചെലവുകളിൽ ഒരു നിമിഷം കൊണ്ട് ഒഴുകിപ്പോകുന്നു. സമ്പത്തിനെ ബഹുമാനിക്കുക എന്നത് ചിലവിടാതിരിക്കുക അല്ല, പക്ഷേ ചിലവിടുമ്പോൾ അത് ബോധപൂർവമായിരിക്കണം ചിലവിടുന്നത്. ഒരു പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ പ്ലാൻ പോലെ ചിന്തിക്കണം. ഈ ചിലവ് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ വെറും ഇമോഷണൽ ഡിസിഷനാണോ ഇത്? ശ്രദ്ധിക്കണം. നോട്ടുകൾ നന്നായി സൂക്ഷിക്കുക. ഒരു ചെറിയ ശീലത്തിൻ്റെ വലിയ ശക്തിയാണിത്. പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, പണം ചുരുട്ടി പോക്കറ്റിൽ വെച്ച് തള്ളിക്കളയരുത്, വൃത്തിയായി നന്നായി വെക്കണം. ഇത് വെറും ഒരു ആചാരമല്ല, ഇതൊരു മനോഭാവത്തിൻ്റെ പരിശീലനമാണ്. നമ്മൾ എന്തിനെ ബഹുമാനിക്കുന്നു അതിന് നന്നായി കൈകാര്യം ചെയ്യും. നന്നായി കൈകാര്യം ചെയ്യുന്ന വസ്തു ദീർഘകാലം നിലനിൽക്കും. കടമെടുത്താൽ അത് തിരികെ നൽകുക കൃത്യസമയത്ത്. സമ്പത്തിനെ ബഹുമാനിക്കുന്ന ആളുകൾ ഒരു പ്രത്യേകതയുണ്ട്. അവർ ഉത്തരവാദിത്തമുള്ളവരാണ്. കടമെടുത്താൽ സമയത്ത് തിരികെ നൽകുക എന്നത് സാമ്പത്തിക ശുദ്ധിയുടെയും ആത്മബഹുമാനത്തിൻ്റെയും അടയാളമാണ്. വിശ്വാസം ഒരു അദൃശ്യ സമ്പത്താണ്. അത് നഷ്ടപ്പെട്ടാൽ പണം മാത്രം കൊണ്ട് അത് തിരിച്ചു നേടാനാകില്ല. സമ്പത്തിൻ്റെ മൂല്യം ഉപയോഗിച്ച് സൃഷ്ടിക്കുക. അതായത് സമ്പത്തിനൊരു മൂല്യമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. പണം വെറുതെ കിടക്കാനല്ല, അത് വളരാനും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാനും ഉപയോഗിക്കണം. വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുക, ആരോഗ്യത്തെ ശ്രദ്ധിക്കുക, കുടുംബത്തോടൊപ്പം ഗുണമേന്മയുള്ള സമയം ചിലവിടുക. സമ്പത്ത് നമ്മളെ മനുഷ്യരാക്കാൻ സഹായിക്കണം, അടിമകളാക്കാനല്ല. സമ്പത്ത് ഒരു ഊർജ്ജമാണ്. അത് നമ്മുടെ മാനസിക നിലപാടിനെ പിന്തുടരും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പണം സ്വതന്ത്രമായിട്ടുള്ള ഊർജ്ജമാണ്. അത് പേടിയുള്ള മനസ്സിനേക്കാൾ ആത്മവിശ്വാസമുള്ള മനസ്സിലേക്ക് ഒഴുകും. എനിക്ക് ഒരിക്കലും പണം നിൽക്കില്ല എന്ന് പറയുന്നവർക്ക് ശരിക്കും അത് നിലനിൽക്കാറില്ല. ഞാൻ പണം ബഹുമാനിക്കും, ശരിയായി കൈകാര്യം ചെയ്യും എന്ന് ഉറപ്പുള്ളവർക്ക് സമ്പത്ത് സ്ഥിരത നൽകുന്നു. സമ്പത്തിനെ ബഹുമാനിക്കുക എന്നത് അതിനെ പൂജിക്കുക അല്ല, അത് ഉത്തരവാദിത്തത്തോടെ, നന്ദിയോടെ, ബോധപൂർവം കൈകാര്യം ചെയ്യുക എന്നതാണ്. സമ്പത്ത് നമ്മളെ പരീക്ഷിക്കും. നമ്മൾ അത് ശരിയായി കൈകാര്യം ചെയ്താൽ അത് നമ്മളെ ഉയർത്തും. ഇന്ന് മുതൽ ഒരു ചെറിയ തീരുമാനമെടുക്കൂ. ഞാൻ സമ്പത്തിനെ ബഹുമാനിക്കും. എൻ്റെ ഓരോ രൂപയ്ക്കും ഞാൻ വില കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പണം മാത്രമല്ല, സമാധാനവും ആത്മവിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നത്. സമ്പത്ത് ആദ്യം ഒരു മനോഭാവമാണ്. മനോഭാവം മാറുമ്പോൾ ജീവിതവും മാറും. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും തന്ന് നിങ്ങൾ സഹായിക്കണം കേട്ടോ. ഷെയർ ചെയ്യാൻ മറക്കരുത്.